എങ്ങനെയാണ് എന്തിനാണ് അള്ളാഹു മരുഭൂമിയുടെ കപ്പലായി ഒരു ഒട്ടകത്തെ നിർമ്മിച്ചത്? ഒട്ടകം മരുഭൂമിയുടെ കപ്പലാണ്. എന്തേ നമ്മുടെ നാട്ടിലുള്ള നാൽക്കാലികളെ മരുഭൂമിയിൽ അള്ളാഹു സൃഷ്ടിക്കാത്തത്? ഒരു വാഹനമായി സൃഷ്ടിക്കാത്തത്? പറ്റോ? മരുഭൂമിയിൽ നമ്മുടെ പശുക്കൾക്ക് പിടിച്ചിക്കാൻ പറ്റോ? 2 ദിവസം കൊണ്ട് ചത്തു. അതിന്റെ ചൂട് റെസിസ്റ്റ് ചെയ്യാൻ, പിടിച്ചു നിൽക്കാൻ നമ്മുടെ പശുക്കൾക്ക് കഴിയില്ല. വെള്ളം കിട്ടണമെങ്കിൽ ഒരാഴ്ചയാകും. നമ്മുടെ പശുക്കൾ 2 ദിവസം വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്തേ നമ്മുടെ മലബാറിൽ ഒട്ടകമില്ലാത്തത്? കേരളത്തിൽ ഇല്ലാത്തത്? രാജസ്ഥാനിൽ പോയാൽ ഒട്ടകം കാണാം. മരുഭൂമിയിലേക്കാണ് അള്ളാഹു ഒട്ടകത്തെ സൃഷ്ടിക്കുന്നത്. ഓരോ കാലഘട്ടത്തിന് ഓരോ സ്ഥലത്തിന് ആവശ്യമായ മൃഗങ്ങളാണ് അള്ളാഹു തരാ. എന്റെ ഇവിടെ കങ്കാരുമില്ലാത്തത്? ഓരോ ജീവികൾക്കും അതിൻ്റെതായ മണ്ണ് വേണം, അതിൻ്റെതായ സൗകര്യങ്ങളുള്ള സ്ഥലം വേണം. അപ്പൊ ഒട്ടകത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് മഹാന്മാരായ അറബികളോട് പറഞ്ഞു. ഒട്ടകത്തിൽ യാത്ര ചെയ്യുന്നവരാണ്, പക്ഷെ അവർ ഒട്ടകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അവർ പഠിക്കാൻ തുടങ്ങി. അടുത്ത ചോദ്യം, എങ്ങനെയാണ് അല്ലാഹു തആല ആകാശങ്ങളെ ഉയർത്തിയത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നോക്കൂ, നിങ്ങൾ ഈ സ്റ്റേജ്, ഈ റൂഫ് നിലനിൽക്കാൻ നിങ്ങൾ എത്ര പില്ലർ ഉപയോഗിച്ചു നോക്കിയേ? 1 2 3 4 5 6 ഇവിടെ ഉണ്ടാവും 8 പില്ലർ. ഇത്തിരി പോകുന്നൊരു റൂഫിനെ നിലനിർത്താൻ 8 പില്ലർ, ഇരുമ്പിന്റെ പില്ലർ. അള്ളാഹു ചോദിക്കാണ്, ആകാശം ഒരു റൂഫാണല്ലോ, ഇതുപോലൊരു റൂഫാണ് ആകാശം. ഈ ആകാശത്തിന്റെ ഒരു പില്ലർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതൊക്കെ ഒരു പൊട്ടിത്തെറിയിലൂടെ വെറുതെ ഉണ്ടായതാണോ? അള്ളാഹു ചോദിക്കാണ്, എവിടെ ആകാശത്തിന്റെ പില്ലർ? ആരാണ് അതിനെ പിടിച്ചു നിർത്തുന്നത്? ആരാണ് ആകാശത്തെ ഒരു പില്ലർ പോലും ഇല്ലാതെ, ഒരു തൂണുമില്ലാതെ പിടിച്ചു നിർത്തുന്നവൻ ആരാണ്? ചിന്തിക്കാൻ, ഇതൊക്കെ റിസർച്ച് ചെയ്യാൻ, ഗവേഷണം നടത്താൻ, പഠിക്കാൻ അള്ളാഹു നമ്മൾക്ക് വാതിൽ തുറന്നു തരാൻ. ഒരുപാട് പർവ്വതങ്ങളുണ്ട്. ആ പർവ്വതങ്ങളെ എങ്ങനെയാണ് അള്ളാഹു ഭൂമിയുടെ ഒരു ആണിയാക്കി നാട്ടി നിർത്തിയിട്ടുള്ളത്? പർവ്വതങ്ങളാണ് ഭൂമിയുടെ ആണി. ഭൂമിയുടെ ഇപ്പൊ ഈ പില്ലർ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഒന്നുകിൽ അത് താഴോട്ട് കുഴിക്കണം, അല്ലെങ്കിൽ അവിടെ ബോൾട്ട് ഇട്ടിട്ട് നമ്മൾ മുറുക്കണം, അല്ലെങ്കിൽ പില്ലർ നിൽക്കൂല. ഭൂമിയുടെ നിലനിൽപ്പ് പർവ്വതമാണ്. ഭൂമിയെ താങ്ങി നിർത്തുന്നത് പർവ്വതങ്ങളാണ്. എത്ര മുകളിലോട്ട് പർവ്വതങ്ങൾ ഉയരുന്നുണ്ടോ അത്രയും താഴോട്ട് പർവ്വതങ്ങളുടെ ഫൗണ്ടേഷൻ ഉണ്ട്. ബുർജ് ഖലീഫ കേട്ടിട്ടില്ലേ? ബുർജ് ഖലീഫ എത്ര 100 ചില്ലാനം ടവറുകൾ മേലോട്ടത് പൊങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ താഴോട്ട് അതിനോളം അത്രത്തോളം താഴോട്ടത് പോകുന്നുണ്ട്. അപ്പൊ എത്ര വലിയ കുഴി കുഴിക്കണം? ഞാൻ പറഞ്ഞു, ആദം നബി 600 മുഴമുണ്ടെങ്കിൽ ആദം നബിയുടെ കാലുകൾക്കൊക്കെ എത്ര പവർ വേണം, എത്ര നീളം വേണം, എത്ര തടി വേണം? അതൊക്കെ നമ്മൾ ആലോചിക്കാം. ബുർജ് ഖലീഫയുടെ 100 ചില്ലാനം മുകളിലേക്കുള്ള ബിൽഡിംഗ് അത്രത്തോളം താഴോട്ടത് പോകണം. ഒരു കപ്പൽ നമ്മൾ മുകളിലൂടെ പോകുന്നതേ കാണുന്നുള്ളൂ, എന്നാൽ അത്രത്തോളം താഴോട്ട് അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നു. അത്ര തന്നെ ആവണമെന്നില്ല, അതിനോട് ചേർന്ന് ആവശ്യമായ താഴോട്ടത് പോകുന്നുണ്ട് കപ്പല്. എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഭൂമിയുടെ ഭൂമിയെ ആണിയായിട്ടാണ് അള്ളാഹു നിലനിർത്തിയിട്ടുള്ളത്. പർവ്വതങ്ങളെ ഭൂമിയുടെ ആണിയായിട്ടാണ് അള്ളാഹു നിലനിർത്തിയിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഒരു പർവ്വതം. എന്തിന്? ഭൂമി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രളയമില്ലാതിരിക്കാൻ, ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പമില്ലാതിരിക്കാൻ, ഇടയ്ക്കിടയ്ക്ക് ഉരുൾപൊട്ടലില്ലാതിരിക്കാൻ, ഇടയ്ക്കിടയ്ക്ക് കുലുങ്ങാതിരിക്കാൻ അള്ളാഹു ആണിയായി അടിച്ചു വെച്ചതാണ് പർവ്വതം. ഇന്ന് സയൻസ് പറയുന്നില്ല, ശാസ്ത്രം പറയുന്നില്ലേ എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്? കോറി, JCB കുഴിക്കുന്നു, വെട്ടുന്നു, പർവ്വതങ്ങളെ കിളക്കുന്നു, അതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ JCB ഉപയോഗിക്കാൻ പരിസ്ഥിതി നിരീക്ഷകർ സമ്മതിക്കൂല, അല്ലെ? പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ JCB ഉപയോഗിക്കാൻ സമ്മതിക്കൂല, കുഴൽ കിണർ കുഴിക്കാൻ വിടൂല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്തേ? അത് ഭൂമിയെ നിലനിർത്താൻ വേണ്ടി ആണിയായി ഉപയോഗിച്ചതാണ് പർവ്വതം. അതൊക്കെ നിങ്ങൾ കളിച്ചെടുത്താല് അവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകും.
അല്ലാഹു തആല ഭൂമിയെ ആണിയായിട്ടാണ് സൃഷ്ടിച്ചത്. എന്തേ നിങ്ങളത് ചിന്തിക്കാത്തത് എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. വഇലൽ അർളി കൈഫ സുതിഹത്, ഈ ഭൂമി എങ്ങനെ അല്ലാഹു പരന്നതാക്കി. ഭൂമി ഉരുണ്ടതാണ്, പക്ഷേ എന്നിട്ടും ഭൂമി പരന്നതാണ്. അല്ലെ, നമ്മളാരും ഇങ്ങനെ തെന്നി വീഴുന്നില്ല, വഴുതി വീഴുന്നില്ല, നടക്കുമ്പോൾ നമ്മൾ സ്ലിപ്പാവുന്നില്ല. ഭൂമി ഉരുണ്ടതാണെങ്കിൽ നമ്മൾ എവിടെയും സ്ലോപ്പായിട്ട് ഇങ്ങനെ ചെരിഞ്ഞു വീഴുന്നില്ല, അങ്ങനൊന്നുമില്ല. കൈഫ സുതിഹത്, എങ്ങനെയാണ് അല്ലാഹു ഇതിനെ പരന്നതാക്കിയത്? എല്ലാവർക്കും പരന്നതാണ്. അമേരിക്കക്കാരനും പരന്നതാണ്, അന്റാർട്ടിക്കക്കാരനും പരന്നതാണ്. പക്ഷെ ഭൂമിയുടെ ആകൃതി അണ്ഡാകൃതിയാണ്. ലോകത്തെല്ലാ സ്ഥലത്തും ഓരോ സെക്കൻഡിലും അല്ലാഹ് എന്ന പദം പറയുന്നുണ്ടെന്ന്. ലോകത്ത് ഒരു സെക്കൻഡ് പോലും അല്ലാഹ് എന്ന പദം പറയപ്പെടാത്തൊരു സെക്കൻഡ് പോലും ഭൂമിയിൽ കഴിയുന്നില്ല. ഭൂമിയിൽ ബാങ്ക് വിളിക്കുന്നുണ്ട്. നിങ്ങൾ നെല്ലിക്കുറിശ്ശിയിലുള്ള ബാങ്കിനേക്കാൾ 1-2 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻ വരെ ഇവിടെ കുറ്റിപ്പുറത്തെത്തുമ്പോ, കുറ്റിപ്പുറത്ത് നിന്ന് 1-2 മിനിറ്റ് വേരിയേഷൻ വരും. കോഴിക്കോട് എത്തുമ്പോ, കോഴിക്കോട് നിന്ന് കാസർഗോഡ് എത്തുമ്പോ വീണ്ടും 1-2 മിനിറ്റ് വേരിയേഷൻ വരും. അവിടെ നിന്ന് കർണാടക, ജമ്മു കശ്മീർ, GCC രാജ്യങ്ങള്, യൂറോപ്പ്, അമേരിക്ക, ഏഷ്യ പോലെ, ആഫ്രിക്ക പോലെയുള്ള കോണ്ടിനെന്റിലേക്ക് പോകുമ്പോ എല്ലാ സ്ഥലത്തും 1-2 മിനിറ്റുകൾ വേരിയേഷൻ വരാണ്. ഇന്ന് രാത്രിയാണെങ്കിൽ അവിടെ പകലുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലെ? ഇവിടെ രാത്രിയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് പകലാണ്, വേറൊരു സ്ഥലത്ത് പകലാകുമ്പോ മറ്റൊരു സ്ഥലത്ത് ഉച്ചയാണ്. 2 മണിക്കൂർ വൈകിയോടുന്ന നാട്, 2.5 മണിക്കൂർ വൈകിയോടുന്ന നാട്, 1 മണിക്കൂർ വൈകിയോടുന്ന നാട്, അങ്ങനെ പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ സമയമാണ്. അപ്പൊ എല്ലാ നാടിലും 5 നേരം ബാങ്ക് വിളിക്കുന്നുണ്ട്. ഓരോ നാടിലും 5 നേരം ബാങ്ക് വിളിക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇവിടെ നിന്ന് ബാങ്ക് നിർത്തുമ്പോൾ വേറൊരു സ്ഥലത്ത് ബാങ്ക് തുടങ്ങുകയാണ്. ഇവിടെ നമ്മളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ അമേരിക്ക അടക്കമുള്ള ഭൂഖണ്ഡങ്ങളിൽ ബാങ്കിന്റെ വെളിയാളം നടക്കുന്നുണ്ട്. രാത്രിയിൽ 2 ബാങ്കുണ്ട്, പകലിൽ 3 ബാങ്കുണ്ട്. അങ്ങനെ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹു അക്ബർ എന്ന് ഓരോ സെക്കൻഡിലും പറയപ്പെടുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങളുടെ പേര് ഓരോ സെക്കൻഡിലും പറയപ്പെടുന്നു. അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പേര് പറയപ്പെടാത്ത ഒരു സെക്കൻഡ് പോലും ലോകത്ത് കടന്നു പോകുന്നില്ല. ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ അത്ഭുതമൊന്നുമില്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ പ്ലാനാണ്. വമക്കറൂ മക്റൻ വമകർനാ മക്റൻ. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നാം ചിന്തിക്കുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന ചതിയേക്കാൾ അപ്പുറത്ത് തിരിച്ചു ചതിക്കാൻ എനിക്കറിയാം എന്നൊക്കെ അല്ലാഹു പറയുന്നുണ്ട് ഖുർആനിൽ. അല്ലാഹുവിന്റെ ഡിസൈൻ, അല്ലാഹുവിന്റെ പ്ലാൻ അപാരം തന്നെയാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു തആല പറയുന്നത്, മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖൻ മാ തറാ ഫിൽ അർദ് അല്ലദീ ഖലഖ സബ്അ സമാവാത്. 7 ആകാശങ്ങളെ 7 ഭൂമിയെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ഒരു പൊട്ടിത്തെറിയിലൂടെ അപ്രതീക്ഷിതമായി ഉണ്ടായതല്ല. ഇതെല്ലാം അല്ലാഹു തആല കൃത്യമായ ആസൂത്രണത്തോടെ സൃഷ്ടിച്ചതാണ്. ഖലഖ സബ്അ സമാവാത്, 7 ആകാശങ്ങളെ 7 ഭൂമിയെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായി ഓതിയ ആയത്തിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇഫ്രീത്ത് എന്ന് പറയുന്നൊരു ജിന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്, അന ആതീക ബിഹി ഖബല അൻ തഖൂമ മിൻ മഖാമിക്. നിങ്ങളിരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പായി ഞാൻ കൊണ്ടുവരാം ആ സിംഹാസനം. നിങ്ങളൊക്കെ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം കൊണ്ടുവരാം. അപ്പൊ ഒരാൾ എണീറ്റുന്നിട്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ എണീറ്റുന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ജിന്ന് വർഗങ്ങളെക്കാളൊക്കെ മുകളിലാണ് മനുഷ്യന്മാര് വിവരത്തിന്റെ കാര്യത്തിൽ. സാങ്കേതിക ടെക്നോളജി, വിവരം, അങ്ങനെ സയൻസ്, എല്ലാ മേഖലകളിലും ജിന്ന് വർഗങ്ങളെക്കാൾ മുകളിലാണ് മനുഷ്യന്മാർ. അപ്പൊ ഒരു മനുഷ്യൻ എണീറ്റുന്നിട്ട് പറഞ്ഞു, അന ആതീക ബിഹി, ഞാൻ കൊണ്ടുവരാം. എപ്പോ? ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക്. ഒന്ന് കണ്ണു ചിമ്മി തുറന്ന് അപ്പോഴേക്കും സിംഹാസനം മുമ്പിൽ. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താ? അതാണ് ഇന്നത്തെ വിഷയം. ജിന്നിന് പോലും കഴിയാത്തൊരു കാര്യം ഒരു മനുഷ്യൻ സാധിപ്പിച്ചു കൊടുക്കാൻ. കണ്ണ് ചിമ്മി തുറക്കുമ്പോ സാധനം മുമ്പിലെത്തി.
എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകതയായിട്ട് ഖുർആൻ പറയുന്നത്? ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, ഇൽമുള്ള ഒരാൾ, അങ്ങനെയാ പറഞ്ഞു. ഇൽമുള്ള ഒരാൾ പറഞ്ഞു, മനുഷ്യന്മാര് പറഞ്ഞു എന്നല്ല പറയുന്നത്. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, നല്ല ഇൽമുള്ള അവഗാഹമുള്ള ഒരാൾ പറഞ്ഞു, കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. ഇൽമ മനുഷ്യനുണ്ടായാൽ അവൻ മലക്കുകളെക്കാൾ മുകളിലാണ്.